2026 ഈ ഇലക്ഷനിൽ UDF കേരളത്തിൽ അധികാരത്തിലേക്ക് ശക്തമായി തിരിച്ചുവരുമെന്നാണ് പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വാർത്ത വന്നതോടെ കോൺഗ്രസ് ക്യാമ്പുകൾ വലിയ ആവേശത്തിലാണ്. UDF സഖ്യത്തിൽ മത്സരിക്കുന്ന ആകെയുള്ള 140 സീറ്റുകളിൽ 90-ലധികം സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് നേരിട്ട് അങ്കത്തട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവരുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്താൽ മാത്രമേ UDFന് ആ മാന്ത്രിക സംഖ്യ തൊടാനും ഭരണം പിടിക്കാനും സാധിക്കുകയുള്ളൂ. 2021 കണക്ക് നോക്കിയാൽ കോൺഗ്രസിന് നിലവിൽ 22 സിറ്റിംഗ് സീറ്റുകളാണ് ഉള്ളത്. ഈ 22 സീറ്റുകളും കോൺഗ്രസ് ഇത്തവണയും നിലനിർത്തുമെന്ന കാര്യത്തിൽ അവരുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഇപ്പോൾ വലിയ തർക്കമില്ല. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ കളി നടക്കുന്നത് മറ്റൊരു പോയിന്റിലാണ്. കോൺഗ്രസ് അധികമായി എത്ര സീറ്റുകൾ പിടിച്ചെടുക്കും? കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. UDFന് ഭരണം ഉറപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് ചുരുങ്ങിയത് 45 സീറ്റുകളിലെങ്കിലും വിജയിച്ചേ തീരൂ. എങ്കിൽ മാത്രമേ കേരളത്തിന്റെ ഭരണചക്രം തിരിക്കാൻ അവർക്ക് സാധിക്കൂ. മറുഭാഗത്ത് തങ്ങളുടെ സിറ്റിംഗ് MLAമാരുടെ മികച്ച പ്രകടനം വോട്ടായി മാറുമെന്നും അതുവഴി കോൺഗ്രസിന്റെ വിജയത്തിളക്കം കുറയ്ക്കാനാകുമെന്നുമാണ് CPM വിശ്വസിക്കുന്നത്. ഈയൊരു ആത്മവിശ്വാസത്തിലാണ് അവർ ഇപ്പോഴും ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നത്. എന്നാൽ CPMന്റെ ഈ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ പുറത്തുവന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഭരണപക്ഷത്തിന്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ ഫലമാണ് ഉണ്ടാവുക എന്നാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഏകദേശം 27 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെയാണ് ഈ 27 സീറ്റുകളിൽ കൂടി കോൺഗ്രസ് വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇത് കേവലം 27 സീറ്റുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഈ പറഞ്ഞ 27 സീറ്റുകൾക്ക് പുറമെ ഏതാണ്ട് 15 സീറ്റുകളിൽ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇടതുമുന്നണിക്ക് ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതായത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഇലക്ഷൻ പെർഫോമൻസ് ആയിരിക്കാം ഒരുപക്ഷെ 2026 നമ്മൾ കാണാൻ പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് നമുക്ക് നൽകുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കോൺഗ്രസ് വിജയമുറപ്പിച്ചിട്ടുള്ള ഈ 27 മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വടക്കേയറ്റത്തെ കാസർഗോഡ് മുതൽ തെക്കേയറ്റത്തെ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും അധികമായി സീറ്റുകൾ ഉറപ്പിക്കാൻ ഈ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഇത് UDF ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങാം. കാസർഗോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ ഉരുക്കുകോട്ടകളിൽ ഒന്നാണ് തൃക്കരിപ്പൂർ മണ്ഡലം. എന്നാൽ ഇത്തവണ അവിടെ കാര്യങ്ങൾ മാറിമറിയുകയാണ്. യുവനേതാവായ സന്ദീപ് വാര്യരെയാണ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവിടെ കളത്തിലിറക്കിയിരിക്കുന്നത്. സന്ദീപ് വാര്യർ ഗോദയിലേക്ക് ഇറങ്ങിയതോടെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർക്കിടയിൽ വല്ലാത്തൊരു ആവേശം പ്രകടമാണ്. ഗ്രൗണ്ട് ലെവലിലുള്ള ഈ ആവേശം വോട്ടായി മാറുമെന്നും തൃക്കരിപ്പൂരിൽ ഒരു അട്ടിമറി വിജയം തന്നെ സന്ദീപ് വാര്യർ നേടുമെന്നുമാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സന്ദീപ് വാര്യരിലൂടെ തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസ് ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചു എന്ന് നമുക്ക് വിലയിരുത്താം. രണ്ടാമതായി കണ്ണൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതലായി വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സീറ്റിൽ തന്നെ ഇപ്പോൾ അവർ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. സിറ്റിംഗ് സീറ്റുകളായ പേരാവൂരിനും ഇരിക്കൂറിനും പുറമെ ഇത്തവണ ഉറപ്പായും കോൺഗ്രസ് വിജയിക്കുമെന്ന് പറയാൻ കഴിയുന്ന കണ്ണൂർ ജില്ലയിലെ സീറ്റ് എന്ന് പറയുന്നത് കണ്ണൂർ സീറ്റ് തന്നെയാണ്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനെതിരെ TO മോഹനൻ ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ കോൺഗ്രസിന് ഇവിടെ വിജയം ഉറപ്പിക്കുവാൻ കഴിഞ്ഞു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. വയനാട് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ള ഈ ജില്ലയിൽ ആകെയുള്ളത് 3 നിയമസഭാ സീറ്റുകളാണ്. അതിൽ 2 എണ്ണവും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് നഷ്ടമായ സീറ്റ് എന്ന് പറയുന്നത് മാനന്തവാടി സീറ്റാണ്. മാനന്തവാടി സീറ്റിൽ ഇത്തവണ പുതുമുഖമായിട്ടുള്ള വനിതാ സ്ഥാനാർത്ഥി ഉഷാ വിജയനെ കളത്തിൽ ഇറക്കിയതോടെ മന്ത്രി OR കേളുവിന്റെ പരാജയം ഉറപ്പുവരുത്തുവാൻ കോൺഗ്രസിന് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. OR കേളുവിനെ സംബന്ധിച്ച് അവിടെ ജനങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും നിലനിൽക്കുന്നില്ല. എന്നിരുന്നാൽ പോലും UDF ഭരണത്തിലെത്തേണ്ടതിന്റെ ആവശ്യകത ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെയാണ് ഉഷാ വിജയൻ വിജയിച്ചു കയറുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇനിയുള്ളത് പാലക്കാട് ജില്ലയാണ്.
പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഒരു ക്ലാസിക് പോരാട്ടത്തിൽ കോൺഗ്രസ് ഇവിടെ VT ബൽറാമിനെ മുന്നിൽ നിർത്തി വിജയം കാണുമെന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. 2011-ലും 2016-ലും ഇവിടെ നിന്ന് വിജയിച്ചിട്ടുള്ള VT ബൽറാം 2021-ലാണ് ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള MB രാജേഷിന് മുൻപിൽ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയത്. എന്നാൽ ഇത്തവണ VT ബൽറാം തൃത്താല സീറ്റിൽ കോൺഗ്രസിന് വിജയമുറപ്പിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് വിജയമുറപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ സീറ്റെന്ന് പറയുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ സീറ്റായിട്ടുള്ള ചിറ്റൂരാണ്. ചിറ്റൂരിന്റെ മുൻ MLAയും പാലക്കാട് ജില്ലയിലെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാവുമായിരുന്ന അച്യുതന്റെ മകൻ സുമേഷ് അച്യുതൻ തന്നെയാണ് 21-ലേതുപോലെ തന്നെ ഇത്തവണയും മത്സരത്തിന് ഇറങ്ങുന്നത്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സുമേഷ് അച്യുതൻ എന്ന യുവ നേതാവിന് വിജയമുറപ്പിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് 3 സീറ്റുകളിൽ ഇതിനോടകം തന്നെ വിജയമുറപ്പിച്ചുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഓർക്കണം, 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്ന് ഒരു സീറ്റിൽ പോലും വിജയിക്കുവാൻ കോൺഗ്രസിന് സാധിക്കാതിരുന്നിടത്താണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ വേളയിൽ 3 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയമുറപ്പിക്കുന്നത്. 3 സീറ്റുകളിൽ വിജയമുറപ്പിച്ചതിനു പുറമെ 2 സീറ്റുകളിലെങ്കിലും കനത്ത പോരാട്ടം നടത്തുവാനും CPM-നോട് ഒപ്പത്തിനൊപ്പം എത്തുവാനും റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസിന് സാധിക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ് വിജയമുറപ്പിച്ചിട്ടുള്ള 3 സീറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആ പട്ടികയിലുള്ള ഒന്നാമത്തെ പേര് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൻ്റെതാണ്. DCC അധ്യക്ഷൻ പ്രവീൺ കുമാറാണ് ഇത്തവണ കൊയിലാണ്ടിയിൽ നിന്ന് കോൺഗ്രസിനു വേണ്ടി മത്സരത്തിനിറങ്ങുന്നത്. CPM-ന്റെ ഈ സിറ്റിംഗ് സീറ്റ് പ്രവീൺ കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് ഉറപ്പിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് വിജയമുറപ്പിച്ചിട്ടുള്ള സീറ്റ് നാദാപുരമാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ യുവ നേതാക്കളിലെ ഏറ്റവും സൗമ്യമുഖമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി KM അഭിജിത്താണ് ഇത്തവണ നാദാപുരത്ത് നിന്ന് UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. KM അഭിജിത്തിന് നാദാപുരത്ത് കോൺഗ്രസിന്റെ വിജയം ഉറപ്പാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. അടുത്തതായി കോൺഗ്രസ് വിജയമുറപ്പിച്ച കോഴിക്കോട് ജില്ലയിലെ 3ാമത്തെ സീറ്റെന്ന് പറയുന്നത് എലത്തൂരാണ്. പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഏറ്റവും വെറുക്കപ്പെട്ട മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആ പട്ടികയിലെ 1ാം പേരുകാരനായി നമുക്ക് വനം മന്ത്രി AK ശശീന്ദ്രനെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ പിണറായി വിജയന്റെ ഭാര്യ കമലയുടെ അടുത്ത ബന്ധുവായതിനാൽ കൂടി AK ശശീന്ദ്രന് ഇത്തവണ വീണ്ടും ടിക്കറ്റ് നൽകുവാൻ പിണറായി തീരുമാനിക്കുകയായിരുന്നു. CPM-ന്റെ ഉരുക്കുകോട്ടയായ എലത്തൂർ സീറ്റിൽ AK ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടുകൂടി ജനങ്ങൾക്കും കേഡർമാർക്കും ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ആനുകൂല്യത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ എന്ന വനിതാ നേതാവ് ഇത്തവണ ഉറപ്പായും എലത്തൂരിൽ നിന്ന് വിജയിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇനി അടുത്തത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോൾ റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പുതുതായി പിടിച്ചെടുക്കുവാൻ പോകുന്ന ഒരു മണ്ഡലം അത് മുൻ മന്ത്രി KT ജലീൽ മത്സരിച്ചിട്ടുള്ള തവനൂരാണ്. തവനൂരിൽ ജലീലിനെതിരെ ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് മലപ്പുറം DCCയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ക്ലീൻ ഇമേജ് ഉള്ള നേതാവ് VS ജോയിയാണ്. VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വം തവനൂർ സീറ്റ് UDF പാളയത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അടുത്തതായുള്ളത് തൃശൂർ ജില്ലയാണ്. തൃശൂർ ജില്ലയിൽ 2021-ലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചിരുന്നത്. തൃശൂരിൽ കോൺഗ്രസ് അധികമായി പിടിക്കുന്ന ഒരു മണ്ഡലമെന്ന് പറയുന്നത് മണലൂരാണ്. മുൻ MLA TN പ്രതാപനാണ് ഇത്തവണ മണലൂരിൽ നിന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. മണലൂർ സീറ്റ് പ്രതാപനിലൂടെ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് തിരികെ എത്തുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തൃശൂർ ജില്ലയിലെ തൃശൂർ സീറ്റിലും കോൺഗ്രസ് വിജയമുറപ്പിച്ചു കഴിഞ്ഞു. മുൻ മേയർ കൂടിയായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് രാജൻ പല്ലനാണ് ഇവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരത്തിനിറങ്ങുന്നത്. 3ാമതായി വടക്കാഞ്ചേരി സീറ്റിൽ PN വൈശാഖ് എന്ന യുവ സ്ഥാനാർത്ഥിയിലൂടെ UDF വിജയമുറപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. അടുത്തത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും അധികം ശക്തിയുള്ള അടിത്തറയുള്ള ജില്ലയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ 3 സീറ്റുകൾ കോൺഗ്രസ് അധികമായി വിജയിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതിൽ 1ാമത്തെ സീറ്റ് കൊച്ചി സീറ്റാണ്. കൊച്ചിയിൽ നിന്ന് DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് CPM-ന്റെ സിറ്റിംഗ് MLA KJ മാക്സിയെ പരാജയപ്പെടുത്തുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കൃത്യമായ സൂചനയുള്ളത്. അതുപോലെ തന്നെ വൈപ്പിൻ സീറ്റും ഇത്തവണ മുൻ മേയർ ടോണി ചമ്മനിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് തിരികെ പിടിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ സൂചനയുണ്ട്. ഏറ്റവും ഒടുവിലായി എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് വിജയമുറപ്പിക്കുന്ന 3ാമത്തെ സീറ്റെന്ന് പറയുന്നത് സംവരണ സീറ്റായ കുന്നത്തുനാടാണ്.
KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രനാണ് ഇത്തവണയും അവിടെ ജനവിധി തേടുന്നത്. 2020യുടെ ശക്തി കേന്ദ്രത്തിൽ ഇത്തവണ അവരുടെ BJP ബന്ധം UDFന് അനുകൂലമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുവാൻ സാധിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ UDF പാളയത്തിലേക്ക് എത്തിയെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാണ്. ഇനിയുള്ളത് ഹൈറേഞ്ച് ജില്ലയായിട്ടുള്ള ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ നിലവിൽ UDFന് ഒരു MLA മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന് ഒരു MLA പോലുമില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറിമറിയുമെന്നും ഇടുക്കി സീറ്റിൽ നിന്നും മന്ത്രി റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തി റോയ് കെ പൗലോസ് അനായാസേന വിജയിച്ച് കയറുമെന്നുമാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ 2016ലും 2021ലും നേരിയ വോട്ടുകൾക്ക് മാത്രം കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ട പീരുമേട് സീറ്റിലും ഇത്തവണ അഡ്വക്കേറ്റ് സിറിയക് തോമസിലൂടെ കോൺഗ്രസ് വിജയമുറപ്പാക്കിയെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത ജില്ല എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് ഇതുവരെ നിലവിലുള്ള 2 സീറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ 2 സീറ്റുകളിൽ കൂടി അധികമായി വിജയമുറപ്പിച്ചുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. അതിലൊന്നാമത്തെ സീറ്റ് ഏറ്റുമാനൂരാണ്. മന്ത്രി VN വാസവനെ DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള നാട്ടകം സുരേഷ് പരാജയപ്പെടുത്തുവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. രണ്ടാമത്തെ സീറ്റ് പൂഞ്ഞാറാണ്. ഇത്തവണ പൂഞ്ഞാറിൽ കോൺഗ്രസ് പഴയ പ്രതാപത്തോടു കൂടി തിരികെ എത്തുമെന്നും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ജോസഫ് ഇവിടെ ബഹുദൂരം മുന്നിലാണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ നിലവിൽ UDFന് ഒരു MLA പോലും ഇല്ല. എന്നാൽ ഇത്തവണ പത്തനംതിട്ട അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലെ സൂചന. ആറന്മുളയിൽ യുവനേതാവായിട്ടുള്ള അബിൻ വർക്കി മന്ത്രി വീണ ജോർജിനെ പരാജയപ്പെടുത്തുമെന്നും റാന്നിയിൽ നിന്ന് അഡ്വക്കേറ്റ് പഴകുളം മധു പ്രമോദ് നാരായണനെ പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തുമെന്നുമാണ് റിപ്പോർട്ട്. ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസ് സ്വന്തം നിലയിൽ അധികമായി വിജയമുറപ്പിച്ചിരിക്കുന്ന സീറ്റ് അരൂർ സീറ്റാണ്. ഷാനിമോൾ ഉസ്മാനിലൂടെ ഇത്തവണ അരൂർ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടും നൽകുന്ന സൂചനയാണ്. കൊല്ലം ജില്ലയിലേക്ക് എത്തുമ്പോൾ 2 വനിതാ MLAമാരെ നിയമസഭയിലേക്ക് എത്തിക്കുവാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു. കൊല്ലത്ത് നിന്ന് ബിന്ദു കൃഷ്ണയും കൊട്ടാരക്കരയിൽ നിന്ന് ആയിഷ പോറ്റിയും ഇത്തവണ നിയമസഭയിൽ എത്തുമെന്ന് വ്യക്തമാകുന്നു. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുമ്പോൾ സിറ്റിംഗ് സീറ്റായ കോവളത്തിന് പുറമെ 3 സീറ്റിലെങ്കിലും കോൺഗ്രസ് അധികമായി വിജയമുറപ്പിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ഇത്തവണ UDF കൂടി പാറിക്കുമെന്നും അരുവിക്കരയിൽ നിന്ന് VS ശിവകുമാർ തിരഞ്ഞെടുക്കപ്പെടുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് മുൻ സ്പീക്കർ N ശക്തൻ UDFന് വേണ്ടി വിജയം നേടി വരുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ 27 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയമുറപ്പിച്ചിട്ടുണ്ട്. 22 സിറ്റിംഗ് സീറ്റുകളും പുതുതായി 27 സീറ്റുകളും ചേരുമ്പോൾ കോൺഗ്രസ് 49 സീറ്റുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 2026ൽ ശക്തമായ UDF അനുകൂല തരംഗം നിലനിൽക്കുകയാണെങ്കിൽ 60 സീറ്റോളം നേടി കോൺഗ്രസ് അധികാരത്തിലേക്ക് UDFനെ കൈപിടിച്ചുയർത്തുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണുവാൻ കഴിയുക എന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.